എന്തായാലും രണ്ടാൾക്കും ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി ഒന്നും ആലോചിക്കാനില്ല. ഞാൻ കുട്ടിയുടെ വകയിലൊരു അമ്മാവനാ. വേറെ ആരും ഇവർക്കൊരു സഹായത്തിനില്ലേ? ഇപ്പോ ഇങ്ങനൊരു ബന്ധം ഒത്തു വന്നപ്പോ നല്ലതാണെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി. അത് നന്നായി. ഇത്രയും കാലം ഇവന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു പുള്ളി. അപ്പൊ മാഷിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? അല്ല, എന്റെ കല്യാണം അധികം വൈകാതെ ഉണ്ടാവും. അതിനിടയിലാണ് ഇവന് നിങ്ങളുടെ കുട്ടിയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞത്. അപ്പൊ പിന്നെ അത് നടക്കട്ടെ എന്ന് കരുതി. അത് നന്നായി. ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ മാഷിന് അറിയാലോ അല്ലേ? അതിപ്പോ എന്തായാലും എന്താ, ഇവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് അങ്ങ് നടത്താം. ആ എന്നാ പിന്നെ കുട്ടിയെ അങ്ങ് വിളിക്കാം. ആ മോളെ, ഇതാ ഇപ്പൊ നന്നായ. കുട്ടിക്ക് പകരം അമ്മയാണോ ചായയുമായിട്ട് വരുന്നത്? മോളെ ശ്രുതി, ജാതകദോഷം കാരണം മീരയുടെ കല്യാണം 18ാമത്തെ വയസ്സിൽ അങ്ങ് നടത്തി. അതുകൊണ്ട് ഇപ്പൊ എന്തായി? അമ്മയും മോളെയും കണ്ട അനിയത്തിയും ചേച്ചിയാണെന്നേ പറയൂ. അനന്തൻ സാറിനേക്കാൾ മീര പ്രായം കൊണ്ട് എളുപ്പമാണെങ്കിലും അവളിപ്പോ അമ്മയുടെ സ്ഥാനത്താ. എനിക്ക് കുട്ടിയുടെ അമ്മയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അതിനെന്താ, സംസാരിക്കാലോ. എനിക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നു. ഗോപൻ സാറിന്റെ അനിയനാണെന്ന് സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. മീര കുഞ്ഞു കുഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും വലിയൊരു പെൺകുട്ടീനായിരുന്നോ? ഞാനവളെ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയതാ. അവിടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. മീര തീരുമാനിക്കണം, നമ്മൾ ഒരുമിക്കണോ അവർ ഒരുമിക്കണോ എന്ന്. ഞാൻ ഇതുവരെ ജീവിച്ചത് എൻ്റെ മാൾക്ക് വേണ്ടിയാ. അവളെ വിഷമിപ്പിച്ചിട്ട് എനിക്ക് പറ്റില്ല. പോട്ടെ. അപ്പോ ഒക്കെ പറഞ്ഞതുപോലെ കാരണവന്മാരുമായിട്ടൊക്കെ ആലോചിച്ച് നമുക്ക് ചിങ്ങത്തി തന്നെ നടത്താം. ശരി, പോട്ടെ മോളെ. പോട്ടെ അമ്മേ. മാഷ്ക്ക് വിഷമായ പ്രേമെന്ന് പറഞ്ഞ എങ്ങനെയാ? പ്രയത്തിനെ പോലെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പലരും പറയും. ഇടു നോക്കി, ആരും കണ്ടിട്ടില്ല. ചുമ്മാ പറയണം. പക്ഷെ മാഷിന്റെ കാര്യത്തില്
അറിഞ്ഞോ അറിയാതെയോ ഞാനും നിങ്ങളും അവനെ വേദനിപ്പിച്ചു. വേണ്ടായിരുന്നു. കർത്താവേ, 2 പിള്ളേരുടെ ജീവിതമാണ് നമ്മൾ കാരണം. ശരിയാ, ഇതൊന്നും വേണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൊല്ലാൻ വേണ്ടിയാ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായ? നിങ്ങൾക്ക് പോയതൊരു വാക്ക്, എനിക്ക് പോയത് എന്റെ അനി. നിങ്ങൾ ഇതിനു മുന്നേ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും എന്നെ പറ്റി അറിയോ? എന്നിട്ടും ഇല്ലാത്ത അവളുടെ ഉള്ളിൽ കുത്തിവെച്ചില്ലേ? നാളെ അനിയുടെ മനസ്സമ്മത എന്റെ ജീവനായിരുന്നു അവൾ. തിരിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? സോറി. മിണ്ടരുത്. എണീറ്റ് പോ. അല്ല മോനെ, വേണ്ട. ഇമാരി പ്രവൃത്തിയൊന്നും വേറെ ആരോടും ചെയ്യരുതച്ചാ. ചെയ്തതുപോലെ ഒരു ചെറുപ്പക്കാരൻ വന്ന് മുന്നിൽ നിൽക്കും. അവ എന്നെ പോലെ ആയിരിക്കണം എന്നില്ല. പോ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഡാ. നോ. ഡാ. ഇന്ന് ആനിയുടെ മനസ്സമ്മതമാണ്. നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് അവളോടെങ്കിലും ഒന്ന് പറയണ്ടേ? നമുക്ക് അവളെ ഒന്ന് പോയി കണ്ടാലോ? ശരിയാ, നമുക്ക് അവളെ ഒന്ന് പോയി കാണാം. ആനയെ വിനുവിനെ തിരിച്ചു കിട്ടാൻ നമുക്കൊന്ന് ശ്രമിച്ചൂടെ? നമുക്കൊന്ന് പോവാം. ഇനി അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഫാദർ. പിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാൻ സ്നേഹിച്ചെന്റെ വിനുവിനെ തന്നെ. വിനുവിനെ? ആ അതെ. സംശയമുണ്ടോ ആർക്കെങ്കിലും? വിനു, ഇങ്ങ് വന്നേ. അല്ല, ഈ അനിതാരാന്നാ പറഞ്ഞേ? ഇതാണ് നിങ്ങളെ കള്ളനെന്നും തെമ്മാടിയെന്നും പിന്നെ കുറെ പേരെ പ്രണയിച്ച് പറ്റിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞു വിനു. വിനു ഊമയാണ്. ഒന്നും സംസാരിക്കില്ല. മോളെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ എന്നാന്നേ നിങ്ങളൊക്കെ ഇവിടെ കൊച്ചു വർത്താനം പറഞ്ഞ് നിൽക്കണോ? ഒന്ന് കേറിക്കെ ആലപിച്ചോട്ട് ഒന്ന് പുറത്ത് പോയിക്കോട്ടെ. ആനിയേ, ഷോ നിങ്ങളതൊക്കെ ഇവിടെ നിൽക്കണോ?
എടാ കേറിപ്പോടാ മാക്രി. നീ പോടാ കാലമന്തി. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലേ. മനസ്സമ്മതം കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. വാ ആ ശരി, അപ്പൊ ഞങ്ങളെന്ന് അങ്ങോട്ടേക്ക്. വാ വാ വാ, എല്ലാരും കൂടെ കാത്തു നിൽക്കാം. ഈ കാര്യങ്ങൾ പെട്ടെന്നായതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. അതെ, നിങ്ങൾ ഇതിങ്ങനെ തുറപ്പിച്ച് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. കാര്യങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ച പോലെ വർക്കൗട്ടായില്ല. പിന്നെ ഇന്നലെ രാത്രി അപ്പം വന്നൊരു നിപ്പ. ആര് ചത്തുപോയ നിന്റെ അപ്പനോ? സത്യമായിട്ട് പുണ്യാളാണ് എന്റെ പുണ്യാളാ. എന്നിട്ട് എന്നോടൊരു ചോദ്യം, എടാ എന്നാടാ നിനക്ക് ആ ആനി കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തി കൊടുത്തൂടെ എന്ന്. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? ഞാനിവിടെ നിന്ന് അവിടെ തിരക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് വരുമല്ലോ, ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കേ? അല്ല എടാ, എടാ ഡേവിടെ ആ ക്യാമറമാനോട് പറപ്പിക്കുന്ന കുന്തറാണ്ടത്തിൽ എടുക്കാൻ പറ. അപ്പൊ ഇന്നലെ രാത്രി നമ്മളെ പിടിച്ച് കെട്ടിയിട്ടതാരാ? കർത്താവേ, ഇനി പുണ്യാളുടെ കളിയാണോ? ഇതവരല്ലേ? ഇത് അവരാണല്ലോ. You know me, yo, side with the pedal, para. You know me, yo, say with the pedal, para. Yeah, you know me, yo. Spöker med pep in the best of the better bello. But it's that cap in the bell, the kid of it. But the catch in the bed, the bed, get it, get it, set time in the calavero. Unos, better get it fair. Spit again, better scared the veil, man. Spit again, get spit get it core. Spit again, can't bear. മനസ്സിലായ? വിനു വിനു അകത്ത്, ഞാൻ വിൻസെന്റ്. നിങ്ങൾ മൂന്നുപേരും നിങ്ങളുടെ കഥകൾ പറഞ്ഞു. ഇനി ആരും കേൾക്കാത്തൊരു കഥ ഞാൻ പറയാം. വിൻസെന്റ് പറഞ്ഞ കഥയൊക്കെ കറക്റ്റാണ്. പക്ഷേ യഥാർത്ഥ വിനു അതിവനാണ്. ആനിയെ സ്നേഹിച്ചതും ആനി സ്നേഹിച്ചതും എന്താ വിനു? ആൽബി, ഈ സന്ദർഭത്തിൽ ബുദ്ധിയാ ഉപയോഗിക്കേണ്ടത്. അവളുടെ ആങ്ങളുടെ വാക്കും കേട്ട് നിങ്ങൾ 3 പേരും ചേർന്ന് ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത വിനുവിനെ കുറിച്ച് ആനിയോട് ഇല്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രണയം തകർത്ത ആ രാത്രി ഉണ്ടല്ലോ, നീ ചേർത്ത എല്ലാത്തിനും പരിഹാരമാണോ പാട്ടെ? അവളുടെ ഒത്തിനാണല്ലോ ഉറപ്പിച്ചതോ? കല്യാണമൊന്നും ആയില്ലല്ലോ. എന്നെ പൊന്നോ, ഞാൻ പറഞ്ഞ നീ ഒന്ന് വിശ്വസിക്ക. അവനാകെ കയ്യിൽ പോയിട്ടിരിക്കുകയാണ്. എങ്ങനെ പോണ്ടിരിക്കും? വസ്തുക്ക് പിടിച്ച പ്രേമാലായിരുന്നോ? ആ പെണ്ണ് ഇവനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ? പിന്നെന്താ പറ്റിയ? എന്ത് പറ്റിയെന്നോ? അവളുടെ ആങ്ങളില്ലേ ആ കായൽമാന്തി ആൽബി, അവൻ അവളുടെ പ്രൊഫസറെ കൊണ്ടും അവൻ കെട്ടാനിക്കണ പെണ്ണിനെ കൊണ്ടും ഇവനെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചു. അതൊരു കൂട്ടായിട്ടാ അച്ഛനും. പ്രൊഫസർ, പെണ്ണ്, അച്ഛൻ. എന്താ നിന്റെ പരിപാടി? കടിച്ച പാമ്പിനെ കൂടെ തന്നെ വിഷം അർപ്പിക്കുക. നിനക്ക് റോൾ തെറ്റായി. കുറെ കാലായില്ലേ നീ അടുത്ത് ചാൻസ് ചോദിക്കുന്നു. അങ്ങനെ പാവ ഊമയായ വിനുവിന് വേണ്ടി ഈ വിൻസെന്റിനെ കൊണ്ട് ഞാൻ ആ റോൾ അങ്ങ് ചെയ്യിപ്പിച്ചു. ആനിയെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവളുടെ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ പരിപാടി. ആനിയെ ഞങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് കൺവിൻസ് ചെയ്യാനായിരുന്നെങ്കിൽ പിന്നെ ഇതിനെ പാതി വഴിയിൽ ഇറക്കി വിട്ടത്. അവിടെ വരെയുള്ള പ്ലാനിങ് എല്ലാം ഓക്കെ ആയിരുന്നു അല്ലേ?
വിനു ആനീനെ കൊണ്ടുവന്നിട്ട് വിനു ആനി എവിടെ? ആനി എവിടെന്ന്? ആ 3 പേരെ അവിടെ കെട്ടിയിട്ട് പേടിപ്പിച്ചിരുത്തിയിട്ടുണ്ട്. ഇനി ആനിയെ കൊണ്ടുവരുന്നു, അവരെ കൊണ്ട് കാര്യം പറയിപ്പിക്കുന്നു. നാളെ നിങ്ങളുടെ കല്യാണം. ആ വീട്ടിൽ പോയിട്ട് വിളിച്ചിട്ട് പോവാ. ആ ആനിയുടെ ചേട്ടൻ നിങ്ങളുടെ കല്യാണത്തിന് നോക്കി പറഞ്ഞു. കാര്യം ആൽബി കായലുമാന്തി ആണെങ്കിലും പെങ്ങളൊന്ന് കാല് പിടിച്ച് പറഞ്ഞപ്പോ കല്യാണത്തിന് ചേട്ടായി സമ്മതിച്ചു. കയ്യിന്ന് വിടറ. അപ്പൊ ഞാൻ ഇവരെന്താ ചെയ്യാ? നിങ്ങളുടെ കാര്യം ഓക്കെ, ഇവരെന്താ ചെയ്യാന്ന്? എന്ത്? എടാ വിനു, ഇവരെ ഞാൻ എന്താ ചെയ്യാന്ന്? രണ്ടുപേരും തേച്ചിട്ട് പോയി. ഇവനാണെങ്കിൽ അകത്തു. ഞാനിവരെന്ത് ചെയ്യാനാണ്? എന്ത് പറഞ്ഞു മനസ്സിലാക്കും ഇവരെ? എന്തായാലും 2 അടി ഉറപ്പാ. എനിക്ക് കർത്താവേ കാത്തോളേ. ചെയ്തത് ചെറ്റത്തരാണ്, ശരിയാണ്. പക്ഷെ ഇനിയെങ്കിലും കാര്യങ്ങൾ അറിയാതെ മറ്റുള്ളവരെ പറ്റി അഭിപ്രായം പറയാതിരിക്കുക. ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയില്ല. അപ്പൊ പോട്ടെ. ആ വിനുവിന്റെയും ആനിയുടെയും മനസ്സമ്മതാണ്. കേറിട്ട് പോകും. ഓക്കെ, എന്താ പറയാ, നല്ല തിറ്റക്കാരുണ്ട്. ഹണിമൂണ് പായലുള്ള കായലില്ലേ? ഞാൻ വരുവാ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ സ്ക്രിപ്റ്റ്? നല്ല കിണ്ണം കാച്ചി. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്? വളരെ നന്നായിട്ടില്ലേ? ഭയങ്കര ഡ്രാമാറ്റിക് ആയിരുന്നു. അപ്പൊ നീയല്ല പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ഡ്രാമയാണെന്ന്. സിനിമ എന്ന് പറഞ്ഞ ഡ്രാമയാണ്, പക്ഷെ ഇത്രയ്ക്കും ഡ്രാമയുടെ ആവശ്യമില്ല.